പ്രഭാഷകൻ്റെ പുസ്തകം 24-ാം അധ്യായം. ജ്ഞാനത്തിൻ്റെ മാഹാത്മ്യം. ജ്ഞാനത്തിൻ്റെ വാക്കുകൾ അവൾക്ക് തന്നെ പുകഴ്ചയാണ്. തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ അവൾ മാർജിക്കുന്നു. അത്യുന്നതൻ്റെ സഭയിൽ അവൾ വായി തുറക്കുന്നു. അവിടുത്തെ സൈന്യത്തിൻ്റെ മുമ്പാകെ അവൾ പ്രഘോഷിക്കുന്നു. അത്യുന്നതൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട് മൂടൽമഞ്ഞ് പോലെ ഞാൻ ഭൂമിയെ ആവരണം ചെയ്തു. ഉന്നതങ്ങളിൽ ഞാൻ വസിച്ചു. മേഘത്തൂണിലായിരുന്നു എൻ്റെ സിംഹാസനം. ഞാൻ തനിയെ ആകാശത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാതാളത്തിൻ്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു. ആഴിയിലെ അലകളിലും ഊഴികളിലും എല്ലാ ജനതകളിലും രാജ്യത്തിയങ്ങളിലും എനിക്ക് ആധിപത്യം ലഭിച്ചു. ഇവയിലെല്ലാം ഞാൻ വിശ്രമസങ്കേതം അന്വേഷിക്കുന്നു. ആരുടെ ദേശത്ത് വസിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ സകലത്തിൻ്റെയും സൃഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി. എൻ്റെ സൃഷ്ടാവ് എനിക്ക് കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചു തന്നു. അവിടുന്ന് പറഞ്ഞു, യാക്കോബിൽ വാസമുറപ്പിക്കുക, ഇസ്രായേലിൽ നിൻ്റെ അവകാശം സ്വീകരിക്കുക. കാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടുന്ന് എന്നെ സൃഷ്ടിച്ചു. ഞാൻ അനന്തമായി നിലനിൽക്കുന്നു. വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ മുമ്പിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. സിയോനിൽ ഞാൻ വാസമുറപ്പിച്ചു. അങ്ങനെ പ്രിയങ്കരമായ നഗരത്തിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകി. ജെറുസലേമിൽ എനിക്ക് ആധിപത്യവും ഒരു ബഹുമാന്യ ജനതയുടെ ഇടയിൽ അവരുടെ അവകാശമായ കർത്താവിൻ്റെ ഓഹരിയിൽ ഞാൻ വേരുറച്ചു. ലെബനോണിലെ ദേവദാരു പോലെയും ഹെബ്രോനിലെ സരളമരം പോലെയും ഞാൻ ഉയർന്നു. എൻഗേദിലെ ഈന്തപ്പന പോലെയും ജെറീക്കോയിലെ പനിനീർച്ചെടി പോലെയും ഞാൻ വളർന്നു. വയലിലെ ഒലിവുമരം പോലെയും നദീതടത്തിലെ വൃക്ഷം പോലെയും ഞാൻ പുഷ്ടി പ്രാപിച്ചു. ഇലവർഗം പോലെയും സുഗന്ധതൈലം പോലെയും ഞാൻ പരിമളം പരത്തി. വിശിഷ്ടമായ മീറ പോലെ ഞാൻ സൗന്ദര്യം വീശി. നറുംപശ, ചന്ദനം, കുങ്കുമം, ദേവാലയത്തിലെ കുന്തിരിക്കം എന്നിവ പോലെയും ഞാൻ സുഗന്ധം പ്രസരിപ്പിച്ചു. കരിവേലമരം പോലെ ഞാൻ ശാഖ വീശുന്നു. എൻ്റെ ശാഖകൾ മഹത്വവും മനോഹരിതവും നിറഞ്ഞവയുമാണ്. മുന്തിരിച്ചെടി പോലെ എൻ്റെ മുകുളങ്ങൾക്ക് ഞാൻ സൗന്ദര്യം പകർന്നു. എൻ്റെ പുഷ്പങ്ങൾ മഹത്വമാർന്ന സമൃദ്ധിഫലങ്ങളായി പരിണമിക്കുന്നു. എന്നെ അഭിലഷിക്കുന്നവൻ അടുത്തു വന്ന് തൃപ്തിയാവോളം എൻ്റെ വിഭവങ്ങൾ ആസ്വദിക്കട്ടെ. എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻകട്ടയേക്കാളും മാധുര്യം പകരും. എന്നെ ഭുജിക്കുന്നവൻ്റെ വിശപ്പ് വിശ്രമിക്കുകയില്ല, പിന്നെയും ആഗ്രഹിക്കും. എന്നെ പഠനം ചെയ്യുന്നവൻ വീണ്ടും അഭിലഷിക്കും. എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാകുകയില്ല. എൻ്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല. ജ്ഞാനവും നിയമവും ഇതെല്ലാമാണ് അത്യുന്നത ദൈവത്തിൻ്റെ ഉടമ്പടി ഗ്രന്ഥം. യാക്കോബിൻ്റെ സമൂഹങ്ങൾക്ക് അവകാശമായി മോശ നമുക്ക് കൽപ്പിച്ചു നൽകിയ നിയമം. അത് മനുഷ്യരെ ജ്ഞാനം കൊണ്ടും പീഷോൺ നദി പോലെയും ആദ്യ ഫലകത്തെ ടൈഗ്രീസ് നദി പോലെയും നിറയുന്നു. യൂഫ്രട്ടീസ് പോലെയും വിളവെടുപ്പ് കാലത്തെ ജോർദാൻ പോലെയും അത് അവരെ ജ്ഞാനപൂരിതമാക്കുന്നു. അത് നൈൽ പോലെയും മുന്തിരി പഴുക്കും കാലത്തെ ഗീഹോൺ പോലെയും പ്രബോധനത്തെ പ്രവഹിക്കുന്നു. ആദ്യ മനുഷ്യൻ അവളെ പൂർണ്ണമായി അറിഞ്ഞില്ല. അവസാനത്തെ മനുഷ്യനും അവളുടെ ആഴം അളക്കുകയില്ല. അവളുടെ ചിന്ത സമുദ്രത്തേക്കാൾ വിശാലവും അവളുടെ പ്രബോധനം അഗാധത്തേക്കാൾ ആഴമേറിയതുമാണ്. നദിയിൽ നിന്നുള്ള തോടുപോലെയും ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാല് പോലെയും ഞാൻ മുഴുകി. ഞാൻ എൻ്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. ഇതാ എൻ്റെ തോട് നദിയായി, എൻ്റെ നദി സമുദ്രമായി. ഞാൻ വീണ്ടും എൻ്റെ ഉപദേശത്തെ പ്രഭാതം പോലെ പ്രകാശമാനമാക്കും. അതിൻ്റെ കാന്തി വിദൂരങ്ങളിലും പ്രസരിക്കും. ഞാൻ ഇനിയും എൻ്റെ പ്രബോധനങ്ങൾ പ്രവചനം പോലെ ചൊരിയുകയും ഭാവി തലമുറകൾക്ക് നൽകുകയും ചെയ്യും. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശം തേടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് അധ്വാനിച്ചതെന്ന് അറിയുക. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.